ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് റിനി. ഇന്നത്തെ റെസിപ്പി ഓറഞ്ച് മൂസ് ആണ്. ഇത് ഞാൻ 2 ലെയറിലാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ, അതായത് ബേസ് ലെയർ ഓറഞ്ച് മൂസും ടോപ്പ് ലെയർ ഓറഞ്ച് ജെല്ലിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഈസി ആൻഡ് ടേസ്റ്റി ഓറഞ്ച് മൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലെയർ, അതായത് ഓറഞ്ച് മൂസ് ലെയറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസാണിത്. പിന്നെ വേണ്ടുന്നത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് ഫ്രിഡ്ജിലിരുന്നതാണ്, നല്ലപോലെ തണുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം തന്നെ ഉപയോഗിക്കണം. പിന്നെ ഇത് 1/4 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ്. ഈ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഓറഞ്ച് ജ്യൂസിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണം. ഇതിപ്പം അത്യാവശ്യം നല്ല മധുരമുള്ള ഓറഞ്ച് ജ്യൂസാണ്, അതുകൊണ്ടാണ് ഞാനിത് 1/4 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ പുളിയുള്ള ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര വേണ്ടി വരും. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെലാറ്റിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആൻഡ് അൺഫ്ലേവേർഡ് ജെലാറ്റിൻ 1/4 ടീസ്പൂൺ. ഇനി ഈ ജെലാറ്റിൻ ഒന്ന് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ജെലാറ്റിൻ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിത് അടുപ്പിലേക്ക് വെച്ച് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നോർമൽ വാട്ടർ, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജെലാറ്റിൻ അതിൽ അലിഞ്ഞ് ചേരില്ല. അപ്പം അലിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ സോസ് പാനിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നല്ലതുപോലെ അലിഞ്ഞ് ഒരല്പം പോലും തരിയില്ലാത്ത പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇത് ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ച് കൊടുത്താലും മതി, ഇങ്ങനെ അടുപ്പിൽ തന്നെ വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ആ ജെലാറ്റിനൊക്കെ നല്ലതുപോലെ ആ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നോക്കിയാൽ അറിയാം, ഒരല്പം പോലും തരിയില്ല. കണ്ടോ? ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഈ ജെലാറ്റിൻ നമ്മൾ ഇനി ഓറഞ്ച് ജ്യൂസിലേക്ക് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ചൂടോടുകൂടി തന്നെ അത് ഓറഞ്ച് ജ്യൂസിലേക്ക് മിക്സ് ചെയ്തെടുക്കരുത്. ഇതിനി തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചൂടുള്ള ക്ലൈമറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ബൗളും അതുപോലെ തന്നെ ഹാൻഡ് മിക്സറിൻ്റെ ഈ ബീറ്ററും ഒക്കെ കുറച്ചു നേരം ഫ്രീസറിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ വിപ്പിംഗ് ക്രീമും നല്ലപോലെ തണുത്തതായിരിക്കണം. പിന്നെ ചെയ്യാവുന്ന വേറൊരു കാര്യം, നമ്മൾ ഈ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ബൗളുണ്ടല്ലോ, ആ ബൗളിൻ്റെ താഴെ വേറൊരു പാത്രത്തിൽ കുറച്ച് ഐസ് വെച്ചിട്ട് അതിൻ്റെ മേലയിലേക്ക് ഈ ബൗൾ വെച്ച് കൊടുക്കുകയാണെങ്കിലും ആ തണുപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ബൗളിലേക്ക് നമുക്ക് ആദ്യം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഈ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസും ജെലാറ്റിനും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ജെലാറ്റിൻ ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഓറഞ്ച് ജ്യൂസ് ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, അത് ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ഇനി ഈ ഓറഞ്ച് ജ്യൂസും ജെലാറ്റിൻ്റെയും കൂടെ മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഇതുപോലെ ഒരു സ്പാച്ചുലയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബീറ്റർ ഉപയോഗിച്ച് ലോ സ്പീഡിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവുള്ളൂ, ഒരിക്കലും ഓവർ ബീറ്റ് ആവരുത്. ഓവർ ബീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം പോകും. ഇതായിപ്പം അതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 3 ഗ്ലാസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ഗ്ലാസ് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഗ്ലാസ്സിലേക്ക്, അതായത് 5-6 ഗ്ലാസ് എടുത്തിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാലും മതി. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഫസ്റ്റ് ലെയർ സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് സെക്കൻഡ് ലെയർ റെഡിയാക്കാം. അതായത്
ഓറഞ്ച് ജെല്ലി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിഴിഞ്ഞതിന് ശേഷം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പുളിയുള്ള ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ്. അത് ജലാറ്റിൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജലാറ്റിൻ, അതായത് ക്ലിയർ ആൻഡ് അൺഫ്ലേവേർഡ് ജലാറ്റിൻ 1/2 ടീസ്പൂൺ. ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ ആദ്യം ജലാറ്റിൻ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡബിൾ ബോയിൽ ചെയ്ത് അലിയിച്ചെടുക്കണം. ഞാനത് ഓൾറെഡി കാണിച്ചതായതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്ത് അലിയിച്ചതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഇപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഓറഞ്ച് ജെല്ലി ലെയറിൻ്റെ പ്രിപ്പറേഷൻ. ഇതിനി നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ലെയറിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ലെയർ, അതായത് ഓറഞ്ച് മൂസിൻ്റെ ലെയർ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. ഇതും ഈക്വൽ ആയിട്ട് നമുക്ക് 3 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സെക്കൻഡ് ലെയർ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂറും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്കും അത് സെറ്റായി. ഞാനിപ്പം അതിൽ ഒരെണ്ണം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിത് സ്പൂണിലെടുത്തൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഓറഞ്ച് മൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ കൂടെ ആ ജെല്ലിയും കൂടെ വരുമ്പോഴത്തേക്കും ശരിക്കും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് നമുക്ക് വേറെ ഫ്രൂട്ട്സ് വെച്ചിട്ടും ഒക്കെ ചെയ്യാം കേട്ടോ. മാംഗോയും പൈനാപ്പിളും ഒക്കെ നല്ലതാണ്. പക്ഷെ അത് ചെയ്യുമ്പം കുറച്ചൊക്കെ മെഷർമെൻറ്റ്സിൽ വ്യത്യാസങ്ങൾ വരുത്തണമെന്ന് മാത്രം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.